ഹായ് മക്കളെ, വെൽക്കം ടു എക്സലൻസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാമുകളൊക്കെ വരാറായി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് കേട്ടോ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കണം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കണം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? ഓപ്ഷൻസ് ഉണ്ടാവും. ABCD എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതിന് ഈ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 1 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് എത്ര മാർക്കായിരിക്കും? ഈച്ച് ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, മാർക്ക് സ്കോർ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതല്ല, മാർക്ക് വേഗം സ്കോർ ചെയ്യാൻ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക. അടുത്ത് 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 30 മുതൽ 50 വേർഡ് വരെ വേണമെന്നാണ് നമ്മുടെ കെമിസ്ട്രിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ എഴുതാന്നാണ് കേട്ടോ അതിനർത്ഥം. അല്ലാതെ നമുക്ക് വരിച്ചു വാലിയിട്ട് സബ്ജക്റ്റിലെ നമ്മൾ ലാംഗ്വേജ് സബ്ജക്റ്റിൽ വരിച്ചു വാലി എഴുതുന്ന മാതിരി എഴുതേണ്ട ആവശ്യമില്ല. അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ കൊടുക്കാന്ന് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത 38 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഈച്ച് ക്വസ്റ്റ്യൻസ് 3 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 3 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഏതാണ്? 38 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അവസാനം നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 42ഉം 43ഉം 2 ക്വസ്റ്റ്യൻസ്, 42 മുതൽ 43 വരെ, അഥവാ 42ാമത്തെ ക്വസ്റ്റ്യനും 43ാമത്തെ ക്വസ്റ്റ്യനും. ഈ 2 ക്വസ്റ്റ്യനുകളിലും നിങ്ങൾക്ക് 5 മാർക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അഥവാ 5 മാർക്കായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് 80 മുതൽ 120 വേർഡ്സ് വരെ വേണം. ഓക്കെ അല്ലേ? ഈ 42ാമത്തെയും 43ാമത്തെ ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എക്സാം എഴുതുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ എന്താ ക്വസ്റ്റ്യൻ? എന്താ? ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഈസ് അപ്ലിക്കബിൾ ഫോർ മൾട്ടിപ്പിൾ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പഠിച്ചതല്ലേ? അത് അപ്ലിക്കബിൾ ആവുന്നത് എവിടെയാണ് നോക്കിയേ. അതിൽ പറയുന്നത് നിങ്ങൾക്ക് ആ ലോ അറിയെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടെത്തും. നോക്കി ഒന്നെന്താ? 2 elements forming more than 1 compounds. 2 എലമെന്റ്സുകൾ കൂടി ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. അതന്നെയാണ് അതിൻ്റെ ഡെഫിനിഷനിൽ ഫസ്റ്റ് പറയുന്നത് അല്ലേ? 2 elements, 2 കോമ്പൗണ്ട്, 2 എലമെന്റ്സുകൾ കൂടി ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്തു. 2 elements forming more than 1 കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യും അല്ലേ? അപ്പോൾ ഇത് കറക്റ്റാണ്. കറക്റ്റാണ് അല്ലേ? അത് നമ്മളതിൻ്റെ എന്താണ്? നമ്മുടെ ഡെഫിനിഷൻ ആവും. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ലോയുടെ ഡെഫിനിഷൻ തന്നെ അത് തന്നെയാണ് അല്ലേ? പിന്നെ എന്താണ്? ഫിക്സഡ് അല്ലേ? 2 മറ്റിൻ്റെ മാസുകളൊക്കെ ഒരു റേഷ്യോയിലായിരിക്കും ഇത് പ്രൊപ്പോർഷൻ ചെയ്യുന്നൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി വായിച്ച് നോക്കുക, ഇതിലേയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടുത്തെന്താണ്? എ കോമ്പൗണ്ട് ഇൻവോൾവിങ് ലീസ്റ്റ് 3 elements. തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം പ്രൊപ്പോർഷനിൽ പറയുന്നില്ല, അതിൻ്റെ അപ്ലിക്കബിളും അല്ല അല്ലേ? അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല, ഇത് തെറ്റാണ്. ബി തെറ്റാണ്. മൂന്നാമത്തെ 1 elements forming more than 1 type of molecules. 1 elements forming more than, ഒരു എലമെന്റ് കൊണ്ട് more than ഒന്നിലധികം എലമെന്റ്സ് ഫോം ചെയ്യും. അതും തെറ്റാണ്. 2 എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് പറയുന്നത്.
അതോ? അപ്പോൾ ബിയും തെറ്റാണ്, സിയും തെറ്റാണ്. ഡി നോക്കിയേ, 2 elements forming 1 compounds. 2 elements forming 1 compounds അങ്ങനെ പറയുന്നുണ്ടോ? 2 എലമെന്റ്സ് കൂടി ചേർന്നിട്ട് ഒരു കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്ന പറയുന്നത്. മോർ ദാൻ 1 കോമ്പൗണ്ട് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ എ ആണ് ശരി, ബാക്കി ബിയും സിയും ഡിയും തെറ്റാണ്. ഓക്കെ ആണോ? എ ആണ് ആൻസർ ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് AMU, ആറ്റോമിക മാസ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ നമ്മൾ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അളക്കുമ്പോൾ കിലോഗ്രാമിലും ഗ്രാമിലൊക്കെ അളക്കും. അതുപോലെ നമ്മൾ എലമെൻറ്റ്സ് എലമെൻറ്റ്സിന് നമ്മൾ അളവാണ് എന്ത്? ആറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സുകൾ അളക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആറ്റോമിക മാസ് യൂണിറ്റ്. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ആണ്, വട്ട് ആറ്റോമിക മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു? ഒരു ആറ്റോമിക മാസ് യൂണിറ്റ് മാസ് യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ 12നെ എന്താണ് 12 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗത്തിന് ഈക്വൽ ആണ് ഒരു ആറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. നോക്കിയ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? 1/12 ഓഫ് ദ 1 കാർബൺ 12th ആറ്റം. കാർബൺ 12 ആറ്റത്തെ 12 ഭാഗമാക്കിയിൽ അതിലൊരു ഭാഗമാണ് ഒരു ആറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് എ എന്താണ്? കറക്റ്റാണ്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? കാർബൺ 12നെ 14 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗമാണ്, അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് അത് എന്നാൽ കാർബൺ 12നെ 16 ഭാഗമായിട്ട് അതിലൊരു ഭാഗമാണ്, അതും തെറ്റാണ്. കാർബൺ 12നെ 12 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗമാണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി, ബാക്കിയൊക്കെ തെറ്റാണ്. പിന്നെ ഡി പറയുന്നത് എന്താണ്? മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു ആറ്റോമിക മാസ് യൂണിറ്റ്, അതും തെറ്റാണ്. അങ്ങനെയും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചതാണ് 1/12 ഓഫ് ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ശരി? രണ്ടാമത്തേൽ എ ആണ് ശരി. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ് ഐസോട്ടോപ്പുകൾ ഉണ്ടായിരുന്നത്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം, ഇങ്ങനെ 3 ഐസോട്ടോപ്പുകളെ പഠിച്ചിട്ടില്ലേ? അതിൽ ഒരു ഐസോട്ടോപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, കണ്ടോ? ഏതാണ്? ട്രിഷിയം. അപ്പോൾ കണ്ടോ, ട്രിഷിയം ഈസ് റെപ്രസെൻറ്റഡ് ബൈ, ട്രിഷിയമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രിഷിയത്തിൻ്റെ എന്താണ്? ട്രിഷിയം നമുക്കറിയാം ആറ്റോമിക നമ്പർ 1 ആണെന്നും മാസ് നമ്പർ 3 ആണ്. ഏറ്റവും ഇവിടെ എഴുതുക അല്ലേ? ഒരു ആറ്റത്തിൻ്റെ ഇവിടെ അടിഭാഗത്ത് എഴുതുന്നതാണ് ആറ്റോമിക നമ്പറാണ്. ആറ്റോമിക നമ്പർ അടിഭാഗത്ത് എഴുതുക, മാസ് നമ്പർ ആയിരിക്കും മുകൾ ഭാഗത്ത് എഴുതുക. തലമാസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ? നമ്മൾ അറിയില്ലേ മാസ്, തലമാസ് എന്നൊക്കെ പറയില്ലേ അല്ലേ? നമ്മുടെ മാസമായിട്ടുള്ള തലയല്ലേ? മാസ്റ്റർ ബ്രെയിന് തലയല്ലേ? അപ്പോൾ എന്തായിരിക്കും? മാസ് എവിടെയായിരിക്കും? മുകളിലായിരിക്കും ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് എന്തറിയണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് പഠിച്ചിട്ടുണ്ട്? ആറ്റോമിക നമ്പർ നമ്മൾ എന്താ പറയുക? Z എന്നാ പറയുക. Z വെച്ചിട്ടല്ല നമ്മൾ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആറ്റോമിക നമ്പർ Z അല്ലേ? ആറ്റോമിക നമ്പർ എന്തിനൊക്കെ ഈക്വലാണ്? ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും പ്രോട്ടോണുകളുടെ എണ്ണത്തിനും ഈക്വലാണ്. ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും പ്രോട്ടോണുകളുടെ എണ്ണത്തിനും എന്ത് ഈക്വലാണ്? ആറ്റോമിക നമ്പർ ഈക്വലാണ്. പിന്നെ ഇനി നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണമാണ് കണ്ടെത്തണമെങ്കിൽ, ഇപ്പോൾ ഒരു ആറ്റോമിക നമ്പർ അറിയെങ്കിൽ അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് ന്യൂട്രോൺ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂട്രോൺ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ന്യൂട്രോൺസ് ഈക്വൽ ടു എന്തെഴുതാം? മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ. മാസ് നമ്പർ നമ്മൾ എ എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക കേട്ടോ. മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ. Z ആണ് ആറ്റോമിക നമ്പർ. അപ്പം മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക നമ്പർ കുറക്കുക, മുകളിൽ നിന്നും അടിഭാഗത്ത് കുറച്ചാൽ മതി. അപ്പം എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്കിത് നോക്കിയിട്ട് പറയാം, ആറ്റോമിക നമ്പർ 1 ആയതുകൊണ്ട് ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട് ട്രിഷിയത്തിൽ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ മാസ് നമ്പർ 3, അതിൽ നിന്നും ആറ്റോമിക നമ്പർ കുറക്കുക. അപ്പോൾ എത്ര? 2. അപ്പോൾ 2 ന്യൂട്രോൺസും. അപ്പോൾ ട്രിഷിയത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും 2 ന്യൂട്രോണുകളും ഉണ്ട്. ഓക്കെ ആണോ? ഇതിൽ നീ കറക്റ്റായിട്ട് പറയുന്ന ഏതാ നോക്കിയേ? ഇതിവിടെ എന്താ പറയുന്നത്? 1 ഇലക്ട്രോൺ, 1 ന്യൂട്രോൺ, 1 പ്രോട്ടോൺ. തെറ്റാണ്. അങ്ങനെയാണോ?
അല്ല. അടുത്ത് 3 ഇലക്ട്രോൺസ് 1 പ്രോട്ടോൺസ്, 3 ഇലക്ട്രോൺസും 1 പ്രോട്ടോണും, അതും തെറ്റാണ്. ഇനി 1 പ്രോട്ടോൺ 1 ഇലക്ട്രോൺ 2 ന്യൂട്രോൺ, ഇതല്ലേ ശരി. 1 പ്രോട്ടോൺ 1 ഇലക്ട്രോൺ 2 ന്യൂട്രോൺ, ഇതല്ലേ കറക്റ്റ്. ഓക്കെ, അടുത്തെന്താ ഡി എന്താ പറയുന്നത്? ഡി തെറ്റല്ലേ, കറക്റ്റ് ആൻസർ കിട്ടി. ഇനി വെറുതെ വായിച്ച് നോക്കിക്കോ. 1 ന്യൂട്രോൺ 1 2 പ്രോട്ടോൺ, ഇതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യൻ? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 3 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവാട്ടോ ഇത് പഠിക്കുമ്പോൾ. അതുപോലെ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് കറക്റ്റ്, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഏതായിരിക്കും ഈ പറയുന്നതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി നോക്കിയേ. ഇറ്റ് ഈസ് ദ ഏതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ക്വാണ്ടത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ക്വാണ്ടം പഠിച്ചിട്ടില്ലേ? ക്വാണ്ടത്തെ കുറിച്ചിട്ട്, എനർജി പാക്കുകൾ ക്വാണ്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് എനർജി. അപ്പോൾ ഒരു ക്വാണ്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബണ്ടിൽ ഓഫ് എനർജിനെയാണ് ക്വാണ്ടം എന്ന് പറയാം. കറക്റ്റാണ് അല്ലേ? ബണ്ടിൽ ഓഫ് എനർജി ആണെങ്കിൽ പാക്കറ്റുകളെയാണ്, എനർജി പാക്കറ്റുകളെയാണ് ക്വാണ്ടം എന്ന് പറയാം. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് തെറ്റല്ല. നെക്സ്റ്റ്, എ ക്വാണ്ടം ഓഫ് വിസിബിൾ ലൈറ്റ് ഈസ് കാൾഡ് ഫോട്ടോൺസ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടം ഓഫ് എ വിസിബിൾ ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? വിസിബിൾ ലൈറ്റുകളുടെ അല്ലേ, വിസിബിൾ ലൈറ്റുകളുടെ ക്വാണ്ടത്തെ നമ്മൾ എന്ത് പറയും? ഫോട്ടോൺസ് എന്ന് പറയും അല്ലേ. എ ക്വാണ്ടം ഓഫ് എ വിസിബിൾ ലൈറ്റ്, വിസിബിൾ ലൈറ്റിൻ്റെ ക്വാണ്ടത്തെയാണ് നമ്മൾ എന്ത് പറയാം? ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. അപ്പോൾ നോട്ട് കറക്റ്റാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. The energy of quantum is proportional to frequency of a radiation. അഥവാ ക്വാണ്ടത്തിൻ്റെ എനർജി എന്തിന് പ്രപ്പോർഷനാണ്? ഫ്രീക്വൻസിക്ക് പ്രപ്പോർഷനാണ്. അതും കറക്റ്റാണ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചതല്ലേ? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ പഠിച്ചതല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചതല്ലേ? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചതല്ലേ? അതിൽ ന്യൂ എന്താ? എച്ച് ന്യൂല് ന്യൂ എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കൂടിയ എനർജി കൂടും. എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. എനർജി കൂടിയ ഫ്രീക്വൻസി കൂടും. അപ്പോൾ അതും കറക്റ്റാണ്. ഇതിൽ 3ഉം ശരിയാണ്. നോട്ട് കറക്റ്റ് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് വായിച്ച് നോക്കിക്കോ. ദ എനർജി ഓഫ് എ ക്വാണ്ടം ഈസ് പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ. വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ, വേവ് ലെങ്ത് ഓഫ് റേഡിയേഷന് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഒന്ന് നോക്കിയ മക്കളെ, നമ്മൾ ഇക്വേഷനിലേക്ക് വരാം. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ന്യൂ, ന്യൂവിന് നമുക്ക് സി ബൈ ലാംഡ എന്ന് എഴുതിക്കൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂവിന് സി ബൈ ലാംഡ. സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്കം, ലാംഡ വേവ് ലെങ്ത്. അപ്പോൾ നോക്കിയേ, വേവ് ലെങ്ത്തും ഇയും ഈ മുകളിലും വേവ് ലെങ്ത് അടിയിലുമാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അഥവാ എനർജി കൂടുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത് കൂടിയ എനർജി കുറയും. ഈ എനർജി കൂടിയ വേവ് ലെങ്ത് കുറയും. രണ്ടും ഇയാൾ കൂടിയ മറ്റേ കുറയും. അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ ആണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പം എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ അല്ല. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ എനർജി എന്ത് ചെയ്യില്ല? കൂടൂല, എനർജി കുറയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഇന്ന് ഇത്ര മതി അല്ലേ? 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കി പഠിക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നോക്കിയിട്ട് പോവുക കേട്ടോ. ഒപ്പം തന്നെ അപ്പോൾ ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.